തോൽക്കാൻ ഒട്ടും മനസ്സിലാത്ത അല്ലെങ്കിൽ തോൽക്കാൻ സാധിക്കാത്ത ഒരു മത്സരം. ഒരിക്കൽ കൂടി ആ മൈതാനം പരാജയപ്പെട്ട് നിശബ്ദമാകുകയാണെങ്കിൽ അന്നേരം വരെ തുടർന്ന വിശ്വാസങ്ങൾക്കെല്ലാം അർത്ഥമില്ലാതായി പോകുമായിരുന്നു. ആദ്യ തോൽവിയിലെ മുറിപ്പാടും വിമർശനങ്ങളുമെല്ലാം വീണ്ടും ഇരട്ടി ശക്തിയോടെ മുറിവേൽപ്പിക്കുവാൻ കാത്തിരുന്നിരുന്നു. പക്ഷേ പ്രതീക്ഷയുടെ കൺപീലികളിൽ സൂചിമുന കൊണ്ട് നീറുവാൻ തുടങ്ങിയ നിമിഷം, രണ്ടാം പകുതിയിൽ ഒരു മലയാളിയുടെ ഗോളിൽ എതിരാളികൾ ലീഡെടുത്ത ആ സമയം, എതിരാളികൾക്ക് നരകമാണെന്ന് വിശേഷണം പേറുന്ന ആ ഗാലറി വീണ്ടും തണുത്തു വരയ്ക്കുവാൻ തുടങ്ങിയിരുന്നു. വരും മിനിറ്റുകൾ തങ്ങളുടെ ഇടനെഞ്ചുകൾ കുത്തിക്കീറുവാൻ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു. ഇനിയും ഒരു പരാജയം ഇല്ല, ദൈവം തങ്ങൾക്ക് മുന്നിൽ തീർച്ചയായും ആരെങ്കിലും രൂപത്തിൽ അവതരിക്കുമെന്നവർ വിശ്വസിച്ചുകൊണ്ടിരുന്നു. അത് ദൈവങ്ങൾക്ക് പോലും അവരെ കൈവിടുവാൻ സാധിക്കുമായിരുന്നില്ല. അവസരങ്ങൾക്ക് തക്കം പാർത്ത് നിന്നിരുന്ന ആ മൊറോക്കൻ കഴുകൻ്റെ കാലുകളിലേക്ക് ദൈവം അനുഗ്രഹം ചൊരിഞ്ഞു. മത്സരത്തിൻ്റെ 63-ാം മിനിറ്റിൽ നോഹ സദോയിലൂടെ ഈസ്റ്റ് ബംഗാളിൻ്റെ നെഞ്ചകം ഉറപ്പിക്കുന്നുണ്ട്. ഇനി വേണ്ടത് ആ വിജയ ഗോൾ മാത്രമാണ്. ചെകുത്താൻ അവതരിച്ചു കഴിഞ്ഞു. ഇനി ദൈവം തന്നെ നേരിട്ടിറങ്ങി വരുമോ എന്ന് പലരും സംശയിച്ചുകൊണ്ടായിരുന്നു. ഒടുവിൽ ദൈവം പെപ്പയുടെ രൂപത്തിൽ അവതരിച്ചു. തങ്ങൾക്ക് സ്വർഗവും നിങ്ങൾക്ക് നരകവുമാണെന്ന കഥ വെറും കെട്ടുകഥയല്ല എന്ന് തെളിയിക്കുന്ന നിമിഷം, ഈസ്റ്റ് ബംഗാളിൻ്റെ നെഞ്ചിടിപ്പിൻ്റെ വേഗതയിൽ വേലിയേറ്റം സൃഷ്ടിച്ച നിമിഷം, കോമി പെപ്ര എന്ന ദൈവം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വേണ്ടി കൊച്ചിയുടെ മൈതാനത്ത് രക്ഷകനായി അവതരിക്കുന്നു. അത്രമേൽ ആഗ്രഹിച്ച ആ വിജയത്തിൻ്റെ മധുരം ഇത്രമേൽ സുന്ദരമാകുമെന്ന് ആരും കരുതി കാണില്ല. വിമർശനങ്ങളും പരിഹാസനങ്ങളുമെല്ലാം അതിൽ വെന്തുവെണ്ണീരായി മാറി. ഒരിക്കൽ കൂടി തിരിച്ചുവരേണ്ട കഥ ആ ഗാലറിയുടെ ഹൃദയം തൊട്ടറിയുകയായിരുന്നു. അന്തരീക്ഷത്തിൽ മഞ്ഞക്കൊടികൾ പാറിപ്പറന്നു. ഇത് ബ്ലാസ്റ്റേഴ്സാണ്. അങ്ങനെ എളുപ്പം എഴുതി അവസാനിപ്പിക്കുക സാധ്യമല്ല. ഇനി വരുന്ന നാളുകളിൽ നിങ്ങൾക്ക് ആ അഗ്നിയുടെ ചൂടറിയാൻ സാധിക്കും.